ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ NBF കാൺസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്നത്. ഞാൻ ഒരു കപ്പ് പച്ചരി 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ഒരു ചെറിയ ബൗൾ ചോറ്, പിന്നെ ഒരു ചെറിയ ബൗൾ തേങ്ങ, ഇത്രയുമാണ് വേണ്ടത്. നല്ലവണ്ണം അരച്ച് എടുക്കണം. വലിയ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലവണ്ണം അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും അത് റെസ്റ്റായി ഇരിക്കണം. പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി, ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഒരു 1/4 സ്പൂൺ പഞ്ചസാര, ഇത്രയും സാധനമാണ് വേണ്ടത്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം. മിക്സ് ചെയ്തിട്ട് പിന്നെ റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം. ഞാനൊരു ഇരുമ്പ് ചട്ടിയിലാണ് അപ്പം ചുടുന്നത്. ഒഴിച്ച് നല്ലവണ്ണം കറക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് പരുവം. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അതിനായിട്ട് നമുക്കൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ഞാൻ 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, ഒരു പീസ് ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ്. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിൽ ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അല്പം കടുക്, അല്പം ഉലുവ, ഇത്രയും ചേർത്ത് പൊട്ടിക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ സവാള വഴറ്റുന്നത്. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഇത്രയും ചേർത്ത് വഴറ്റാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം മാറുമല്ലോ, ആ സമയത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് ആ തക്കാളി ഒന്ന് ചെറിയ ഇതായിട്ട് മാറണം. ഇനി മസാല: മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി. നല്ലവണ്ണം ആ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ പച്ച കുത്തൊന്ന് മാറണം. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്, ചെറിയ ചൂടുവെള്ളം. ഇനി കുറച്ച് കറി മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാലയാണ് കറി മസാല എന്ന് പറയുന്നത് കേട്ടോ. അതൊന്നും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിന് ചെറിയ 2 സൈഡിൽ ഓരോ വര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ടയും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അപ്പത്തിന് മാത്രമല്ല കേട്ടോ, പൂരിക്ക്, ഒറട്ടയ്ക്ക്, ഇടിയപ്പത്തിന് എല്ലാത്തിനും എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.